മലബാറിലെ തരുണരെയും തരുണികളെയും പ്രണയം പഠിപ്പിച്ചത് മോയിൻകുട്ടി വൈദ്യരാണെന്ന് പറയാറുണ്ട്. വൈദ്യരുടെ ഹുസ്നുൽ ജമാലിനെയും ബദറുൽ മുനീറിനെയും പോലെ ജീവിതത്തിൽ പ്രണയനദി നീന്തിക്കടന്നെത്താൻ കഴിഞ്ഞില്ല കാഞ്ചനമാലയ്ക്കും മൊയ്തീനും. കാഞ്ചനമാല ആ വ്യസനം തീർത്തത് മൊയ്തീന് നിത്യസ്മാരകമൊരുക്കിയാണ്. ആ സ്മാരകത്തിനു മേലും അവകാശ തർക്കവും കോടതി വിധിയും വരുന്നതോടെ കാഞ്ചനമാലയെ കാത്തിരിക്കുന്നത് കണ്ണീരിൻ്റെ ദിവസങ്ങളാണ്. ബദറുൽ മുനീറിൻ്റെയും ഹുസ്നുൽ ജമാലിൻ്റെയും കഥ പോലെ മലയാളികൾ 70കളിൽ കേട്ടറിഞ്ഞ പ്രണയകഥയാണ് കാഞ്ചനമാലയുടെയും മൊയ്തീനിൻ്റെയും. മതത്തിനും ശരീരത്തിനുമപ്പുറം പരസ്പരം പ്രണയിച്ചുകൊണ്ടിരുന്നവർ, കാൽപ്പനികതയ്ക്കപ്പുറം പ്രണയത്തെ യാഥാർത്ഥ്യമാക്കിയവർ, പ്രണയം കൊണ്ട് സമൂഹത്തെ പ്രചോദിപ്പിച്ചവർ. ആ പ്രണയകഥയിലെ നായികയാണിത് കാഞ്ചനമാല. മൊയ്തീൻ അകാലത്തിൽ മരണം പൂകി. കാഞ്ചന ജീവിക്കുകയാണ് മൊയ്തീനോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായി. ഈ കാണുന്നതാണ് BP മൊയ്തീൻ സേവാ മന്ദിരം. അകാലത്തിൽ മരണപ്പെട്ട തൻ്റെ പ്രാണന് വേണ്ടി കാഞ്ചനമാല പടുത്തുയർത്തിയ സ്നേഹമന്ദിരം. ഇന്ന് നിരവധി സ്ത്രീകളുടെ അഭയകേന്ദ്രമാണ് മൊയ്തീൻ്റെ ഈ വീട്. ബദറുൽ മുനീറിനെയും ഹുസ്നുൽ ജമാലിനെയും പോലെ കോഴിക്കോട് മുക്കത്തെ 2 പ്രമാണിമാരായ അച്ചുവിൻ്റെയും ഉണ്ണിമോയ് സാഹിബിൻ്റെയും മക്കളായിരുന്നു BP മൊയ്തീനും കാഞ്ചനമാലയും. പ്രണയത്തിന് വിലക്കുകളുണ്ടായിട്ടും ഇരുവരും പരസ്പരം പ്രണയിച്ചുകൊണ്ടേയിരുന്നു. നാട്ടിലെ അറിയപ്പെടുന്ന സാംസ്കാരിക കായിക പ്രവർത്തകനായിരുന്നു BP മൊയ്തീൻ. മൊയ്തീനുമായുള്ള കാഞ്ചനമാലയുടെ പ്രണയം നാട്ടിൽ കോലാഹലമായപ്പോൾ മൊയ്തീൻ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടു. കാഞ്ചന വീട്ടുതടങ്കലിലുമായി. പക്ഷേ ഇരുവരുടെയും പ്രണയം തുടർന്നുകൊണ്ടിരുന്നു. ഇതിനിടയിൽ ഒരു സുഹൃത്ത് മൊയ്തീനോട് ഇങ്ങനെ പറഞ്ഞു: ഓള് മതം മാറിയാൽ ബാപ്പ കല്യാണത്തിന് സമ്മതിക്കും. ഉടൻ മൊയ്തീൻ്റെ മറുപടി വന്നു: അങ്ങനെയുണ്ടായാൽ ഓളുമായുള്ള എൻ്റെ പ്രണയം അതോടെ തീരും. അങ്ങനെ മതസങ്കുചിത താല്പര്യത്തിനപ്പുറം ഉദാത്തമായ പ്രണയത്തിൻ്റെ പ്രതീകമായി മൊയ്തീനും കാഞ്ചനമാലയും മാറി. കാലത്തിൽ മരിച്ചുപോയ മകൻ്റെ കാമുകയെ ഉമ്മ ഇവിടെ വീട്ടിൽ വിളിച്ച് നീ ഇവിടെ ഒന്ന് ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കോ എന്ന് പറഞ്ഞ് അവിടെ ഏൽപ്പിക്കുക. അപ്പോൾ അവർ തൻ്റെ ഒരിക്കലും തനിക്ക് ആവിഷ്കരിക്കാൻ കഴിയാതെ പോയ, പ്രാപിക്കാൻ കഴിയാതെ പോയ പ്രണയത്തെയും കാമത്തെയും ദാഹത്തെയും മോഹത്തെയും മൊയ്തീൻ്റെ വ്യക്തിത്വത്തോടുള്ള ആദരവിനെയും മുഴുവൻ ഉദാത്തീകരിച്ച് സബ്ലിമിറ്റ് ചെയ്ത് തൻ്റെ ഇതിനുള്ള ഊർജ്ജമാക്കി മാറ്റി. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരിക്കലും മടുക്കുന്നില്ല, അവരൊരിക്കലും ക്ഷീണിക്കുന്നില്ല, അവരൊരിക്കലും പരാജയപ്പെടുന്നില്ല. പ്രണയം കൊടുമ്പിരി കൊള്ളുന്ന കാലത്ത് കാഞ്ചനമാല വീട്ടുതടങ്കലിലായപ്പോൾ മൊയ്തീനുമായി ബന്ധപ്പെടാൻ ഒരു പ്രത്യേക ലിപി തയ്യാറാക്കി. കാഞ്ചനയാണ് ലിപി തയ്യാറാക്കിയത്. മൊയ്തീനും കാഞ്ചനയ്ക്കും മാത്രം അറിയുന്ന ലിപി. സേവാ മന്ദിരത്തിൽ ഇപ്പോഴും കാഞ്ചന ഈ ലിപികൾ നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ കത്തുകൾ പിടിച്ചുപോയി. അപ്പോൾ നമ്മൾ എന്താ എഴുതുന്നുള്ള മറ്റുള്ളവർ അറിയല്ലോ. അപ്പോൾ മറ്റുള്ളവർ അറിയാതിരിക്കാൻ നമുക്കുള്ള സ്വകാര്യം കത്ത് കൂടെ മാറ്റാൻ വേണ്ടി ലിപി കണ്ടെത്തി. അതാ സുഹൃത്തുക്കളൊക്കെ എപ്പോഴെങ്കിലും വരുമ്പോൾ കൊടുക്കും. ഓരോ ദിവസവും എഴുതിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ചീത്തയായത് വലിയ ബുക്ക് 200-300 പേജുള്ള ബുക്കുകൾ എഴുതിയൊക്കെ ചെയ്യും. കാരണം എന്ന് നമുക്ക് കൊടുത്തയക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ ഈ ത്യാഗം നിറഞ്ഞ പ്രണയം സഫലമാകുമ്പോഴേക്കും ഇരുവഴിഞ്ഞിപ്പുഴയിലുണ്ടായ തോണി അപകടത്തിൽ മൊയ്തീൻ മരണപ്പെട്ടു. ചേന്ദമംഗലൂരിലേക്കുള്ള യാത്രക്കിടയിൽ മൊയ്തീൻ സഞ്ചരിച്ച തോണി ഇരുവഴിഞ്ഞിപ്പുഴയിൽ മറയുകയായിരുന്നു. യാത്രക്കാരായ നിരവധി പേരെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ ആ മനുഷ്യസ്നേഹി പക്ഷേ സ്വന്തം ജീവൻ ഇരുവഴിഞ്ഞിപ്പുഴ കൊണ്ടുപോകുന്നതറിഞ്ഞില്ല. ഇതോടെ കാഞ്ചനമാല തനിച്ചായി. മൊയ്തീനോടുള്ള സ്നേഹത്തിന്റെ സ്മാരകമായി ജീവിച്ച കാഞ്ചനമാലയെ ഒടുവിൽ മൊയ്തീന്റെ ഉമ്മയാണ് കൈപിടിച്ചു കൊണ്ടുവന്നത്. മരിച്ചുപോയ മകന്റെ പെണ്ണായി അങ്ങനെ കാഞ്ചനമാല മൊയ്തീൻ്റെ വീട്ടിലെത്തി. അന്നു മുതൽ കാഞ്ചനമാലയുടെ ജീവിതം മൊയ്തീൻ്റെ ഈ വീട്ടിലാണ്. മൊയ്തീൻ പൂർത്തിയാക്കാൻ ആഗ്രഹിച്ച് നടക്കാതെ പോയ പ്രവർത്തനങ്ങൾ കാഞ്ചന ഏറ്റെടുത്തു. അനിത ചിൽഡ്രൻസ് ക്ലബ്, അനിത ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മോചന വിമൻസ് ക്ലബ്, ഫീഡിംഗ് സെന്റർ, അങ്ങനെ പലതും. ഇന്ന് 16ഓളം സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ സഹായത്തോടെ മുക്കത്തെ സാമൂഹിക രംഗത്ത് BP മൊയ്തീൻ സേവാ മന്ദിരം വളർന്നു നിൽക്കുന്നു. കാഞ്ചനയ്ക്ക് ഇത് വെറും ഒരു സേവാ മന്ദിരമല്ല, തൻ്റെ പ്രാണനോടുള്ള പ്രണയത്തിൻ്റെ പൂർത്തീകരണമാണ്. ഞങ്ങൾക്ക് ഭാവിയിൽ ഒത്തിരി പ്ലാൻ ഉണ്ടായിരുന്നു. ഇതിന് ഒരുപാട് പ്ലാൻ ഉണ്ട്. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പിന്നെ ഹോസ്പിറ്റല്, പിന്നെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ ഒരു ജീവിതം മുഴുവൻ സേവനം ചെയ്യണം എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയം. സേവനം ചെയ്തുകൊണ്ട് തന്നെ മരിച്ചു.
കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി തന്റെ പ്രാണനോടുള്ള പ്രണയസ്മാരകമായി കാഞ്ചന ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ഈ സേവാമന്ദിരം നവംബർ 19 ഒഴിഞ്ഞുകൊടുക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. സേവാമന്ദിരം നിലനിൽക്കുന്ന കെട്ടിടവും സ്ഥലവും മൊയ്തീന്റെ ഉമ്മ ബന്ധുവിന് എഴുതി നൽകിയിരുന്നത്രേ. പ്രണയത്തിനായി കാഞ്ചന എല്ലാം ത്യജിച്ചു. പക്ഷേ കോടതി വിധിക്കു മുന്നിൽ ഇവർ നിസ്സഹായിയാവുകയാണിപ്പോൾ. പക്ഷെ എവിടെ പോയാലും ഇവിടെ ഇരിക്കുന്ന പോലെ ആവില്ലല്ലോ. ഇത് മൊയ്തീൻ്റെ സ്മാരകമല്ലേ. മൊയ്തീൻ്റെ സ്മാരകം വേറെ വലിയ കെട്ടിടത്തിലേക്ക് പക്ഷെ ഞങ്ങൾക്ക് വലിയ കെട്ടിടം ഉണ്ടാക്കാൻ പറ്റാമായിരിക്കും, വലിയ സ്ഥിതിയിൽ ഞങ്ങൾ എത്തുമായിരിക്കും. പക്ഷേ മൊയ്തീൻ്റെ പാദം അതിന് ഈ സങ്കടം വിട്ടുവന്ന് പേഴ്സണലായിട്ട് ഇവിടെ മൊയ്തീൻ നിറഞ്ഞു നിൽക്കും പോലെ തോന്നുന്നു ഞങ്ങൾക്ക്. എനിക്ക് ഫീൽ ചെയ്തൊരു മോനതാ. മൊയ്തീൻ മരിച്ചതിന് ശേഷം ഉമ്മ പൂർണ്ണമായും ഈ സേവന പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായ പങ്കാളിത്തമുണ്ടായിരുന്നു. അങ്ങനെ മൊയ്തീൻ്റെ ഉമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാത്തൊരു സമയത്താണ് അവരുടെ മരുമകൻ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അത് 1992 നമുക്കെതിരായിട്ട് ഈ സ്ഥാപനം അവർക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് കോടതിയിലെ കേസ് തുടങ്ങിയിട്ടുള്ളത്. സാംസ്കാരിക വകുപ്പ് ഇതിൽ ഇടപെടണം. കാരണം കോടതി എപ്പോഴും അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളിലാണ് നോക്കാൻ, കോടതിക്ക് അത്രേ പറ്റുള്ളൂ. മൊയ്തീൻ സേവാമന്ദിരം വെറും സാംസ്കാരിക സ്ഥാപനമല്ല, മൊയ്തീനോട് കാഞ്ചനയ്ക്കുള്ള അവാച്യമായ പ്രണയത്തിന്റെ പ്രതീകം കൂടിയാണ്. മൊയ്തീനിന്റെ ശ്വാസം നിറഞ്ഞു നിൽക്കുന്ന മൊയ്തീനിന്റെ പാദം പതിഞ്ഞ ഈ മന്ദിരം താജ്മഹലിനേക്കാളും വലുതായാണ് കോഴിക്കോട്ടുകാർ കണ്ടിരുന്നത്. ഈ പ്രണയമന്ദിരം കാഞ്ചനയ്ക്ക് നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണിപ്പോൾ നാട്ടുകാരും. മലബാറിലെ തരുണരെയും തരുണികളെയും പ്രണയം പഠിപ്പിച്ചത് മോയിൻകുട്ടി വൈദ്യരാണെന്ന് പറയാറുണ്ട്. വൈദ്യരുടെ ഹുസ്നുൽ ജമാലിനെയും ബദറുൽ മുനീറിനെയും പോലെ ജീവിതത്തിൽ പ്രണയനദി നീന്തിക്കടന്നെത്താൻ കഴിഞ്ഞില്ല കാഞ്ചനമാലയ്ക്കും മൊയ്തീനും. കാഞ്ചനമാല ആ വ്യസനം തീർത്തത് മൊയ്തീന് നിത്യസ്മാരകമൊരുക്കിയാണ്. ആ സ്മാരകത്തിനു മേലും അവകാശ തർക്കവും കോടതി വിധിയും വരുന്നതോടെ കാഞ്ചനമാലയെ കാത്തിരിക്കുന്നത് കണ്ണീരിൻ്റെ ദിവസങ്ങളാണ്. ബദറുൽ മുനീറിന്റെയും ഹുസ്നുൽ ജമാലിന്റെയും കഥ പോലെ മലയാളികൾ 70കളിൽ കേട്ടറിഞ്ഞ പ്രണയകഥയാണ് കാഞ്ചനമാലയുടെയും മൊയ്തീനിന്റെയും. മതത്തിനും ശരീരത്തിനുമപ്പുറം പരസ്പരം പ്രണയിച്ചുകൊണ്ടിരുന്നവർ, കാൽപ്പനികതയ്ക്കപ്പുറം പ്രണയത്തെ യാഥാർത്ഥ്യമാക്കിയവർ, പ്രണയം കൊണ്ട് സമൂഹത്തെ പ്രചോദിപ്പിച്ചവർ. ആ പ്രണയകഥയിലെ നായികയാണിത് കാഞ്ചനമാല. മൊയ്തീൻ അകാലത്തിൽ മരണം പോകി. കാഞ്ചന ജീവിക്കുകയാണ് മൊയ്തീനോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായി. അതാ സുഹൃത്തുക്കളൊക്കെ എപ്പോഴെങ്കിലും വരുമ്പോൾ കൊടുക്കും. ഓരോ ദിവസവും എഴുതിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ചീത്തയായത് വലിയ ബുക്ക് 200-300 പേജുള്ള ബുക്കുകൾ എഴുതിയൊക്കെ ചെയ്യും. കാരണം എന്ന് നമുക്ക് കൊടുത്തയക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ ഈ ത്യാഗം നിറഞ്ഞ പ്രണയം സഫലമാകുമ്പോഴേക്കും ഇരുവഴിഞ്ഞിപ്പുഴയിലുണ്ടായ തോണി അപകടത്തിൽ മൊയ്തീൻ മരണപ്പെട്ടു. ചേന്ദമംഗലൂരിലേക്കുള്ള യാത്രക്കിടയിൽ മൊയ്തീൻ സഞ്ചരിച്ച തോണി ഇരുവഴിഞ്ഞിപ്പുഴയിൽ മറയുകയായിരുന്നു. യാത്രക്കാരായ നിരവധി പേരെ രക്ഷപ്പെടുന്നതിനിടയിൽ ആ മനുഷ്യസ്നേഹി പക്ഷേ സ്വന്തം ജീവൻ ഇരുവഴിഞ്ഞിപ്പുഴ കൊണ്ടുപോകുന്നതറിഞ്ഞില്ല. ഇതോടെ കാഞ്ചനമാല തനിച്ചായി. മൊയ്തീനോടുള്ള സ്നേഹത്തിന്റെ സ്മാരകമായി ജീവിച്ച കാഞ്ചനമാലയെ ഒടുവിൽ മൊയ്തീന്റെ ഉമ്മയാണ് കൈപിടിച്ചു കൊണ്ടുവന്നത്. മരിച്ചുപോയ മകന്റെ പെണ്ണായി അങ്ങനെ കാഞ്ചനമാല മൊയ്തീന്റെ വീട്ടിലെത്തി. അന്നു മുതൽ കാഞ്ചനമാലയുടെ ജീവിതം മൊയ്തീന്റെ ഈ വീട്ടിലാണ്. മൊയ്തീൻ പൂർത്തിയാക്കാൻ ആഗ്രഹിച്ച് നടക്കാതെ പോയ പ്രവർത്തനങ്ങൾ കാഞ്ചന ഏറ്റെടുത്തു. അനിത ചിൽഡ്രൻസ് ക്ലബ്. ഈ കാണുന്നതാണ് BP മൊയ്തീൻ സേവാമന്ദിരം. അകാലത്തിൽ മരണപ്പെട്ട തന്റെ പ്രാണന് വേണ്ടി കാഞ്ചനമാല പടുത്തുയർത്തിയ സ്നേഹമന്ദിരം. ഇന്ന് നിരവധി സ്ത്രീകളുടെ അഭയകേന്ദ്രമാണ് മൊയ്തീന്റെ ഈ വീട്. ബദറുൽ മുനീറിനെയും ഹുസ്നുൽ ജമാലിനെയും പോലെ കോഴിക്കോട് മുക്കത്തെ 2 പ്രമാണിമാരായ അച്ചുവിന്റെയും ഉണ്ണിമോയ് സാഹിബിന്റെയും മക്കളായിരുന്നു BP മൊയ്തീനും കാഞ്ചനമാലയും. പ്രണയത്തിന് വിലക്കുകളുണ്ടായിട്ടും ഇരുവരും പരസ്പരം പ്രണയിച്ചുകൊണ്ടേയിരുന്നു. നാട്ടിലെ അറിയപ്പെടുന്ന സാംസ്കാരിക കായിക പ്രവർത്തകനായിരുന്നു BP മൊയ്തീൻ. മൊയ്തീനുമായുള്ള കാഞ്ചനമാലയുടെ പ്രണയം നാട്ടിൽ കോലാഹലമായപ്പോൾ മൊയ്തീൻ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടു. കാഞ്ചന വീട്ടുതടങ്കലിലുമായി. പക്ഷേ ഇരുവരുടെയും പ്രണയം തുടർന്നുകൊണ്ടിരുന്നു. ഇതിനിടയിൽ ഒരു സുഹൃത്ത് മൊയ്തീനോട് ഇങ്ങനെ പറഞ്ഞു: ഓള് മതം മാറിയാൽ ബാപ്പ കല്യാണത്തിന് സമ്മതിക്കും,
ഉടൻ മൊയ്തീൻ്റെ മറുപടി വന്നു. അങ്ങനെയുണ്ടായാൽ ഓളുമായുള്ള എൻ്റെ പ്രണയം അതോടെ തീരും. അങ്ങനെ മതസങ്കുചിത താല്പര്യത്തിനപ്പുറം ഉദാത്തമായ പ്രണയത്തിൻ്റെ പ്രതീകമായി മൊയ്തീൻ അനിത ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മോചന വിമൻസ് ക്ലബ്, ഫീഡിംഗ് സെൻറ്റർ, അങ്ങനെ പലതും. ഇന്ന് 16ഓളം സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ സഹായത്തോടെ മുക്കത്തെ സാമൂഹിക രംഗത്ത് BP മൊയ്തീൻ സേവാമന്ദിരം വളർന്നു നിൽക്കുന്നു. കാഞ്ചനയ്ക്ക് ഇത് വെറും ഒരു സേവാമന്ദിരമല്ല, തൻ്റെ പ്രാണനോടുള്ള പ്രണയത്തിൻ്റെ പൂർത്തീകരണമാണ്. ഞങ്ങൾക്ക് ഭാവിയിൽ ഒത്തിരി പ്ലാൻ ഉണ്ടായിരുന്നു. ഇതിന് ഒരുപാട് പ്ലാൻ ഉണ്ട്. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റല്, വളരെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ ഒരു ജീവിതം മുഴുവൻ സേവനം ചെയ്യണം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. മരിച്ച് സേവനം ചെയ്തുകൊണ്ട് തന്നെ മരിച്ചു. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി തൻ്റെ പ്രാണനോടുള്ള പ്രണയസ്മാരകമായി കാഞ്ചന ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ഈ സേവാമന്ദിരം നവംബർ 19 ഒഴിഞ്ഞുകൊടുക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. സേവാമന്ദിരം നിലനിൽക്കുന്ന കെട്ടിടവും സ്ഥലവും മൊയ്തീൻ്റെ ഉമ്മ ബന്ധുവിന് എഴുതി നൽകിയിരുന്നത്രേ. പ്രണയത്തിനായി കാഞ്ചന എല്ലാം ത്യജിച്ചു. പക്ഷേ കോടതി വിധിക്കു മുന്നിൽ ഇവർ നിസ്സഹായയാവുകയാണിപ്പോൾ. പക്ഷെ എവിടെ പോയാലും ഇനും കാഞ്ചനമാലയും മാറി. കാലത്തിൽ മരിച്ചുപോയ മകൻ്റെ കാമുകയെ ഉമ്മ ഇവിടെ വീട്ടിൽ വിളിച്ച് നീ ഇവിടെ ഒന്ന് ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കോ എന്ന് പറഞ്ഞ് അവിടെ ഏൽപ്പിക്കുക. അപ്പോൾ അവർ തൻ്റെ ഒരിക്കലും തനിക്ക് ആവിഷ്കരിക്കാൻ കഴിയാതെ പോയ, പ്രാപിക്കാൻ കഴിയാതെ പോയ പ്രണയത്തെയും കാമത്തെയും ദാഹത്തെയും മോഹത്തെയും മൊയ്തീൻ്റെ വ്യക്തിത്വത്തോടുള്ള ആദരവിനെയും മുഴുവൻ ഉദാത്തീകരിച്ച് സബ്ലിമിറ്റ് ചെയ്ത് തൻ്റെ ഇതിനുള്ള ഊർജ്ജമാക്കി മാറ്റി. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരിക്കലും മടുക്കുന്നില്ല, അവരൊരിക്കലും ക്ഷീണിക്കുന്നില്ല, അവരൊരിക്കലും പരാജയപ്പെടുന്നില്ല. പ്രണയം കൊടുമ്പിരി കൊള്ളുന്ന കാലത്ത് കാഞ്ചനമാല വീട്ടുതടങ്കലിലായപ്പോൾ മൊയ്തീനുമായി ബന്ധപ്പെടാൻ ഒരു പ്രത്യേക ലിപി തയ്യാറാക്കി. കാഞ്ചനയാണ് ലിപി തയ്യാറാക്കിയത്. മൊയ്തീനും കാഞ്ചനയ്ക്കും മാത്രം അറിയുന്ന ലിപി. സേവാമന്ദിരത്തിൽ ഇപ്പോഴും കാഞ്ചന ഈ ലിപികൾ നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ കത്തുകൾ പിടിച്ചു പോയി. അപ്പോൾ നമ്മൾ എന്താ എഴുതുന്നുള്ളത് മറ്റുള്ളവരറിയല്ലോ. അപ്പോൾ മറ്റുള്ളവരറിയാതിരിക്കാൻ നമുക്കുള്ള സ്വകാര്യം കത്തു കൂടെ മാറ്റാൻ വേണ്ടി